നമസ്കാരം. വാർത്തകളിലേക്ക്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത തൃശൂർ നെഹ്റു കോളേജിൽ ഇടിമുറിയുണ്ടെന്ന് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മുൻമന്ത്രി കെ.പി. വിശ്വനാഥന്റെ മകനും കോളേജ് പിആർഒയുമായ സഞ്ജിത്ത് വിശ്വനാഥന്റെ ഓഫീസിലാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നത്. പരീക്ഷാ ഹാളിലെ അവഹേളനവും ഭീഷണിയുമാണ് ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും സീനിയർ വിദ്യാർത്ഥി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിക്ക് പിന്നാലെയാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇടിമുറി പ്രവർത്തിക്കുന്നതായി സീനിയർ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയത്. മുൻമന്ത്രി കെ.പി. വിശ്വനാഥന്റെ മകനും കോളേജ് പിആർഒയുമായ സഞ്ജിത്ത് വിശ്വനാഥന്റെ ഒഫീഷ്യൽ ക്യാബിനിലാണ് വിദ്യാർത്ഥികളെ പീഡനത്തിന് ഇരയാക്കുന്നത്. ഇടിമുറി എന്ന് പറയുന്ന സംഭവമുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അവിടെ കയറ്റി കഴിഞ്ഞാൽ പിആർഒ, അതായത് മുൻമന്ത്രി വിശ്വനാഥന്റെ മോൻ സഞ്ജിത്ത് വിശ്വനാഥന്റെ റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടിമുറി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതിൽ കയറി കഴിഞ്ഞാൽ ഇടി കിട്ടിയിരിക്കും. അത് എന്ത് കേസായാലും ശരി, അതിൽ ഇടി കിട്ടിയിരിക്കും. ഇതിനെതിരെ പ്രതികരിച്ചാൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും കുറച്ച ഇയർ ഔട്ട് ആക്കുമെന്നാണ് ഭീഷണി. അതുകൊണ്ട് തന്നെ പീഡന വിവരം വീട്ടുകാരോട് പോലും വിദ്യാർത്ഥികൾ തുറന്നു പറയാറില്ല. അത്രയ്ക്ക് നമുക്ക് പേടിയാണ്. ഇപ്പൊ പ്രതികരിക്കാൻ ഒരാൾ പൊന്തി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ എന്ത് നോക്കിയാലും എന്ത് ചെയ്തിട്ടായാലും അവരെ അടിച്ചമർത്തുക. അതാണ് നെഹ്റു കോളേജിന്റെ ഒരു രീതി. പരീക്ഷാ ഹാളിലെ അവഹേളനത്തിന് ശേഷം വൈസ് പ്രിൻസിപ്പാളും അധ്യാപകൻ പ്രവീണും പിആർഒ സഞ്ജിത്ത് വിശ്വനാഥനും ചേർന്ന് നടത്തിയ ഭീഷണിയാണ് ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. കടിച്ചു പെറുക്കി ജീവിക്കുന്ന ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷെ ഇവനെന്തോ അത് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല. അറിയില്ല നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവൻ എന്തൊക്കെ അവന്റെ മനസ്സിലൂടെ പോയതെന്ന് നമുക്കറിയില്ല. സംഭവത്തിൽ അധ്യാപകനും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട SFI പ്രവർത്തകർ നാളെ മാർച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളിൽ പൂർണ്ണ തൃപ്തിയെന്ന് VS അച്യുതാനന്ദൻ. തീരുമാനങ്ങളെല്ലാം ന്യായമാണെന്നും VS പ്രതികരിച്ചു. നിങ്ങൾക്ക് തരും ഓഫീഷ്യലായിട്ട്. പാർട്ടി എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. തൃപ്തനാണോ ചർച്ചകളിൽ? എല്ലാം തൃപ്തികരമായ കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റിയിൽ ന്യായമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. IASകാർ സംഘടിതമായി കൂട്ടവധിയെടുക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താൻ ഇവർക്ക് അവകാശമോ അധികാരമോ ഇല്ല. മസൂറിയിൽ കുതിരകയറ്റത്തിൽ പരിശീലനം നേടിയത് ഭരണാധികാരികളുടെ മേൽ കുതിര കയറാനല്ലെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. മുൻ നിശ്ചയിച്ച പ്രകാരം ജനുവരി 31-ന് സഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനമിറങ്ങി. അതേസമയം പ്രതിപക്ഷ ആവശ്യത്തിൽ അഭിപ്രായം ആരാഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് നാളെ കേന്ദ്ര സർക്കാർ മറുപടി നൽകും. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഫെബ്രുവരി 1-ന് നിശ്ചയിച്ച കേന്ദ്ര ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. പഞ്ചാബ്, ഗോവ സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 4-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 3 ദിവസം മുൻപ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പ്രതിപക്ഷ ആവശ്യം തള്ളിക്കൊണ്ടാണ് ജനുവരി 31-ന് തന്നെ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ജനുവരി 31 മുതൽ ഏപ്രിൽ 12 വരെയാണ് ബജറ്റ് സമ്മേളനം. ജനുവരി 31-ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16ാം ലോക്സഭയുടെ 11ാം സമ്മേളനം ആരംഭിക്കും. ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പൊതുബജറ്റ് അവതരിപ്പിക്കും. ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കേണ്ട പല പദ്ധതികളും ഉള്ളതിനാൽ ബജറ്റ് നീട്ടിവെക്കാനാകില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബജറ്റ് മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഭരണപരമായ കാര്യമായതിനാൽ സർക്കാർ തീരുമാനത്തിന് വഴങ്ങുക മാത്രമേ കമ്മീഷന് മുന്നിൽ മാർഗമുള്ളൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM വർക്കല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാന്റെ വീടിന് നേരെ BJP ആക്രമണം. ഷാജഹാന്റെ കാർ ആക്രമികൾ തല്ലി തകർത്തു. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. CPIMന്റെ വർക്കല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കാർ പോർച്ചിൽ കിടന്ന കാർ ഗേറ്റ് തുറന്ന് അകത്തെത്തിയ അക്രമികൾ അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ വാതിൽ തുറന്നതോടെ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസമായി കല്ലമ്പലം പ്രദേശത്ത് CPIMും BJPയുമായി സംഘർഷം നിലനിൽക്കുകയാണ്. ഞൈക്കാട് ജംഗ്ഷനിൽ സ്ഥാപിച്ച DYFIയുടെ കൊടിമരം നശിപ്പിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് പ്രദേശത്ത് വ്യാപക അക്രമം നടന്നത്. വർക്കല MLA V. ജോയി MLAയുടെ മണ്ഡല വികസനം പ്രചരിപ്പിക്കുന്ന ബോർഡുകൾ ഇന്നലെ രാത്രി വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. കല്ലമ്പലം പ്രദേശത്ത് BJP ബോധപൂർവമായി കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് വർക്കല ഏരിയ സെക്രട്ടറി A. ഷാജഹാൻ ആരോപിച്ചു. ഈ സംഭവം എന്ന് പറയുന്നത് തീർച്ചയായും വീട് ആക്രമിക്കുക എന്നെ ഈ രാഷ്ട്രീയ പ്രേരിതമായി
എൻ്റെ വീട് ആക്രമിക്കുക, അങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സമുണ്ടാക്കുക. ഇന്ന് BJP രാജ്യത്തൊട്ടാകെ നടത്തി വരുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി RSSും BJPയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇവിടെ CPM പ്രവർത്തകരുടെ വീടിനും CPM പ്രവർത്തകരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗൂഢപദ്ധതിയാണ്. അതിശക്തമായിട്ടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലേ ഇവരെ പിടിക്കാൻ വേണ്ടി കഴിയൂ. അത് തീർച്ചയായും പോലീസിൻ്റെ കാര്യക്ഷമത ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. കല്ലമ്പലം JJ ഓഡിറ്റോറിയത്തിന് സമീപത്തെ ഭക്ഷണശാലയ്ക്കും നേരെ ഇന്നലെ BJP ആക്രമണമുണ്ടായി. ആക്രമണമുണ്ടായ ഷാജഹാന്റെ വസതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭീമ ജ്വല്ലേഴ്സ് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക്. അർബൻ സ്കേപ്പ് പ്രോപ്പർട്ടീസ് എന്ന സംരംഭത്തിലൂടെയാണ് ഭീമ കേരളത്തിലുടനീളം അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ തുടങ്ങിയവ നിർമ്മിക്കുക. അർബൻ സ്കേപ്പിന്റെ ആദ്യ പ്രോജക്ട് തിരുവനന്തപുരത്ത് ഉടൻ ആരംഭിക്കുമെന്നും പിന്നീട് രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്ക് നിർമ്മാണ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അർബൻ സ്കേപ്പ് പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS, ഡയറക്ടർ ഗായത്രി സുഹാസ് തുടങ്ങിയവരും CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു. രാഷ്ട്രീയ കാർഷിക നയരേഖ റിപ്പോർട്ടുകൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറഞ്ഞു. സംഘടനാ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെ നിർണായകമായ ചർച്ചകളാണ് അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്? 3 ദിവസങ്ങളിലായി നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കാർഷിക നയരേഖ റിപ്പോർട്ടുകളുടെ അവതരണം തന്നെയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. അവസാന ദിനമായ ഇന്നായിരുന്നു സംഘടനാ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. സംഘടനാ വിഷയങ്ങളിലും ചർച്ച പൂർത്തിയാക്കിക്കൊണ്ടാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് സമാപിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനം AKG സെന്ററിൽ ആരംഭിക്കുന്നതായിരിക്കും. പ്രധാനമായും കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ്. രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഈ വിഷയം തന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തത്. ഇതിൽ പ്രധാനമായും മിക്കവരും ഭൂരിപക്ഷ അഭിപ്രായം യോഗത്തിൽ ഉണ്ടായത് ദേശീയ കക്ഷികളുമായുള്ള ഒരു സഖ്യം വേണ്ട എന്നൊരു അഭിപ്രായം തന്നെയാണ് ഭൂരിപക്ഷവും ഇതിൽ യോഗത്തിൽ ഉയർന്നു വന്നത്. അതേസമയം പ്രാദേശിക തലത്തിലുള്ള കൂട്ടുകെട്ടുകൾ ആകാം തെരഞ്ഞെടുപ്പിനായി എന്നൊരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയത്. മറ്റൊന്ന് കാർഷിക നയരേഖ റിപ്പോർട്ടാണ്. ഇതിൽ പ്രധാനമായും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തൊട്ടാകെയായി ഉടലെടുത്തിട്ടുള്ള കാർഷിക മേഖലയിലെ പ്രവർത്തനരഹിത കാർഷിക മേഖലയിലെ സ്തംഭനം, ഇതിനെതിരെയുള്ള ഒരു ബദൽ രേഖയാണ് കാർഷിക നയരേഖ റിപ്പോർട്ട്. ഈ കാർഷിക നയരേഖ റിപ്പോർട്ടും ചർച്ച ചെയ്യുകയും വിശദമായ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇന്ന് സമാപിക്കുന്ന കേന്ദ്ര കമ്മിറ്റി സമാപിച്ച ഇന്ന് തന്നെയായിരുന്നു അതിന് ഈ 2 റിപ്പോർട്ടുകൾക്കും ഉള്ള മറുപടി സീതാറാം യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിയിൽ നൽകിയത്. ഇതിനു പുറമെയാണ് ഇന്നിപ്പോൾ സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്തിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് നടന്ന ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടിയായിരുന്നു ഇത്. ആദ്യ ദിവസം PBയോട് കൂടിയാണ് തുടങ്ങിയത്. PBയിലായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടവയുടെ അജണ്ട തീരുമാനിക്കപ്പെട്ടത്. അതിൻ പ്രകാരമാണ് 3 ദിവസങ്ങളിലായി 6, 7, 8 തീയതികളിലായി ഇവിടെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നതും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ വിശകലനവും ചർച്ചകൾക്കും ശേഷം നിർണായകമായ തീരുമാനങ്ങളും കൈക്കൊണ്ടത്. ഏതായാലും തീരുമാനങ്ങൾ അല്പസമയത്തിനകം തന്നെ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നതായിരിക്കും. VS അച്യുതാനന്ദന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ താക്കീത്. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, നേരത്തെ അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദനെതിരെ CPIMന്റെ സംസ്ഥാന ഘടകം തന്നെ നേരത്തെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. അത് ആലപ്പുഴയിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയതടക്കമുള്ള ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഈ കാര്യത്തിൽ പരാതികൾ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് നേരത്തെ ഇത് VS നൽകിയ ചില പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് PB കമ്മീഷൻ രൂപീകരിക്കുന്നതിനായി ആദ്യം തീരുമാനിച്ചത്. ഇപ്പോൾ PB കമ്മീഷന്റെ ശുപാർശകൾ നേരത്തെ മുതിർന്ന 6 അംഗങ്ങൾ ഉണ്ടായിരുന്ന PB കമ്മീഷനാണ് രൂപീകരിക്കപ്പെട്ടത്. മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടായിരുന്നു PB കമ്മീഷന്റെ അധ്യക്ഷൻ. നേരത്തെ തന്നെ PB കമ്മീഷൻ കേരളത്തിലെത്തുകയും വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും അവരിൽ നിന്നും ഉണ്ടായ സംഭവവികാസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് PB കമ്മീഷൻ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതാണിപ്പോൾ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ ഇപ്പോൾ താക്കീത് ചെയ്യുന്നതിനായി CPIMന്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു. VS അച്യുതാനന്ദന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ താക്കീത്. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്.
നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടും വിദേശത്ത് അവധി ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വിമർശനമുയരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതായും നേതാക്കൾ. അതേസമയം ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 14-ന് ശേഷം പ്രഖ്യാപിക്കും. അടുത്ത മാസം 4-നാണ് പഞ്ചാബിലെയും ഗോവയിലെയും വോട്ടെടുപ്പ്. പ്രചാരണത്തിന് പാർട്ടികൾക്ക് ലഭിക്കുന്നത് 20 ദിവസത്തിനടുത്ത് മാത്രം. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുന്നതിൽ കോൺഗ്രസിലും ബിജെപിയിലും പതിവ് പോലെ ആശയക്കുഴപ്പം ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. പാർട്ടി പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രാഥമിക സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ഇന്നലെ ദില്ലിയിലെത്തി. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നു. ലിസ്റ്റിന് അന്തിമ അംഗീകാരം നൽകേണ്ട രാഹുൽ ഗാന്ധി മാത്രം ദില്ലിയിലില്ലാത്തത് കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേഗത്തിൽ ആരംഭിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി വിദേശയാത്ര വെട്ടിക്കുറച്ച് നേരത്തെ എത്തുമെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. 9-ാം തീയതി രാഹുൽ മടങ്ങിയെത്തുമെന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ബിജെപിയിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ആശയക്കുഴപ്പം തുടരുന്നു. 5 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് പ്രാഥമിക ധാരണ. വ്യക്തികളെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ജാതി മത സമവാക്യങ്ങളെ ബാധിക്കും. ഉത്തരേന്ത്യയിൽ മകരസംക്രാന്തി ആഘോഷം 14-ാം തീയതിയാണ്. അന്നേ ദിവസം വരെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതല്ലെന്നാണ് വിശ്വാസം. അതിനാൽ 14-ന് ശേഷം മാത്രമേ പഞ്ചാബിലെയും ഗോവയിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സ്ഥാനാർത്ഥി മോഹികൾക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.